Hello students, so the next adder that we are going to discuss is carry bypass adder or carry, also known as carry skip adder. So in the last class we discussed about carry look ahead adder. അപ്പോൾ അതിൽ ഒരു ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിളിനെ നമ്മൾ 3 സ്റ്റേജസ് ആയി ഡിവൈഡ് ചെയ്തു. ദ ഫസ്റ്റ് സ്റ്റേജ് വാസ് ദ ഡിലീഷൻ സ്റ്റേജ് where whatever be the input carry, always if A and B both are 0 at the same time, output carry എന്ന് പറയുന്ന 0 ആയിരിക്കും. And in the propagation stage, A or B, either A or B 1 ആണെങ്കിൽ whatever be the input carry, that will be propagated as the output carry. And in the last case, in the generation case, Aയും Bയും രണ്ടും ഒന്നാവുന്ന സമയത്ത് 1 ആവുന്ന at the when A and B are both 1 at the same time, what happens is that whatever be the input carry, always a carry will be generated. അപ്പോൾ നമ്മൾ ജനറേഷൻ സ്റ്റേജിന് എ ഡോട്ട് ബി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം എയും ബിയും രണ്ടും അറ്റ് എ ടൈം 1 ആയാലാണ് ക്യാരി ജനറേറ്റ് ചെയ്യുന്നത്. ഇനി പ്രൊപ്പഗേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒരാൾ 1 ആവുമ്പോഴാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ എക്സ് ഓർ ബി എന്ന് പറയാം. ഓക്കെ, അതായിരുന്നു ക്യാരി ലുക്ക് അഹെഡ് ആഡർ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് carry bypass adder അല്ലെ carry skip adder ആണ്. So suppose I want to add two numbers. ഒരു 4-bit addition ആണ് I am going to perform, and the 4-bit numbers are 1010 plus 0101. അപ്പോൾ 1010 പ്ലസ് 0101 എന്ന് പറയുന്ന എഡിഷൻ ആണ്. ഇൻപുട്ട് ക്യാരി എന്ന് പറയുന്നത് 1 ആണ്. So what happens is that ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുക? ഈ ഇൻപുട്ട് ക്യാരി 1 പ്ലസ് 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0 വരും, സമ്മ് ക്യാരി 1, 1ഉം 1ഉം ആഡ് ചെയ്താൽ വീണ്ടും 0 ക്യാരി 1, ആ 1ഉം 1ഉം ആഡ് ചെയ്താൽ 0 വീണ്ടും ക്യാരി 1, 1ഉം 1ഉം ആഡ് ചെയ്താൽ 0 ക്യാരി 1. ഓക്കെ, so the answer will be 10000. So ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇൻപുട്ട് ക്യാരി എന്താണോ അത് അതേപോലെ ഔട്ട്പുട്ടിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കേസിൽ ഈ സെയിം നമ്പേഴ്സ് തന്നെ ആഡ് ചെയ്യുന്നു. അവിടെ ഇൻപുട്ട് ക്യാരി എന്ന് പറയുന്നത് 0 കൊടുത്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 0 പ്ലസ് 1 ആഡ് ചെയ്താൽ 1 കിട്ടും, 1 പ്ലസ് 0 1, 0 പ്ലസ് 1 1, 1 പ്ലസ് 0 1 കിട്ടും. ഔട്ട്പുട്ട് ക്യാരി എന്ന് പറയുന്നത് 0 ആണ്. സോ ഇൻപുട്ട് ക്യാരി എന്താണോ അത് അതേപോലെ ഔട്ട്പുട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഈ രണ്ട് കേസ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ whatever is the input carry, that is getting propagated out as output carry, provided എന്താണ് കണ്ടീഷൻ? പ്രൊപ്പഗേഷൻ സിഗ്നൽ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതായത് പ്രൊപ്പഗേറ്റ് എ അല്ലെങ്കിൽ ബി, സപ്പോസ് ഈ ഒന്നാമത്തെ 4-ബിറ്റ് നമ്പർ എന്ന് പറയുന്ന എ ആണ്, രണ്ടാമത്തെ 4-ബിറ്റ് നമ്പർ ബി ആണ്. അപ്പോൾ എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒരാൾ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ ഈ എല്ലാ സ്റ്റേജസും, അതായത് ഇതൊരു 4-ബിറ്റ് ആഡർ സ്റ്റേജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ക്യാരി എന്താണോ ആ ഇൻപുട്ട് ക്യാരി അതേപോലെ തന്നെ ഔട്ട്പുട്ട് ക്യാരിയിലേക്ക് പോകണമെങ്കിൽ ഈ 4 സ്റ്റേജസിലെയും പ്രൊപ്പഗേറ്റ് സിഗ്നൽസ് എന്തായിരിക്കണം? 1 ആയാൽ. 4 സ്റ്റേജസിലെയും പ്രൊപ്പഗേറ്റ് സിഗ്നൽസ് ഒരേ സമയത്ത് 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ ഇൻപുട്ട് ക്യാരി അതേപോലെ ഔട്ട്പുട്ടിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. വി നീഡ് നോട്ട് വെയിറ്റ് ഫോർ ദി ക്യാരി ടു ബി കാൽക്കുലേറ്റഡ്. ഈ 4 സ്റ്റേജസിലെയും 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഈ 4 പോർഷൻസിലെയും ഈ 4 ബിറ്റ് പൊസിഷനിലെയും പ്രൊപ്പഗേറ്റ് സിഗ്നൽസ് 1 ആണ്. 1 ആണെങ്കിൽ പിന്നെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇൻപുട്ട് ക്യാരി എന്താണോ അത് അതേപോലെ ഔട്ട്പുട്ടിലേക്ക് വരും. ഈ കേസ് ആണെങ്കിലും നോക്കുക, 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഈ 4 പൊസിഷനിലെയും പ്രൊപ്പഗേറ്റ് സിഗ്നൽ എന്ന് പറയുന്ന എന്താ? എ എക്സ് ഓർ ബി എന്ന് പറയുന്ന 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ ഇൻപുട്ട് ക്യാരി എന്താണോ അത് അതേപോലെ എങ്ങോട്ടേക്ക് പോകും? ഔട്ട്പുട്ടിലേക്ക് പോകും. വി നീഡ് നോട്ട് സ്പെൻഡ് ടൈം ഫോർ കാൽക്കുലേറ്റിംഗ് ദി ക്യാരി. അതാണ് എന്ത് പറയുന്നത്? ക്യാരി ബൈപാസ് ആഡർ അല്ലെ ക്യാരി സ്കിപ്പ് ആഡർ എന്ന് പറയുന്നത്. സോ എയും ബിയും എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാണ്. നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു എന്ന് വെച്ചാൽ എയും ബിയും 4-ബിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ കേസ് ആണെങ്കിൽ ഈ 4-ബിറ്റ് നമ്പേഴ്സിൽ ഈ 4 ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊപ്പഗേറ്റ് സിഗ്നൽസ് എന്താണ്? 1 ആണെങ്കിൽ, അറ്റ് എ ടൈം 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് ക്യാരി വിൽ ബി ഫ്ലോയിങ്, ഔട്ട്പുട്ട് ക്യാരി വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻപുട്ട് ക്യാരി.
അല്ലെങ്കിൽ അതല്ലാത്ത കേസ് ആണെങ്കിൽ either carry will be deleted or generated. So this info can be used to speed up the operation. അതായത് നമ്മൾ carry calculate ചെയ്യാനാണ് കുറേ സമയം എടുക്കുന്നത്. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, ലാഭിക്കാൻ പറ്റും. So when ഈ P0, P1, P2, P3ന്റെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമ്മൾ പിന്നെ ഇൻപുട്ട് ക്യാരി കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണ്ട. ഈ ഇൻപുട്ട് ക്യാരി എന്താണോ വരുന്നത് അത് അതേപോലെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്താൽ മതി. സോ ഇതൊരു മക്സ് ആണ്. അപ്പോൾ മക്സിന്റെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് ഈ P0 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു P3 എന്ന് പറയുന്നതാണ് കൺട്രോൾ സിഗ്നൽ. അപ്പോൾ ഈ 4 സിഗ്നൽസും അറ്റ് എ ടൈം 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ഇൻപുട്ട് ക്യാരി അതേപോലെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്താൽ മതി. ഇത് 1ന്റെ കേസാണ്, ഇത് 0ന്റെ കേസാണ്. അപ്പോൾ ഈ 4 പ്രൊപ്പഗേറ്റ് സിഗ്നലിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻഡ് ചെയ്താൽ 1 ആണെങ്കിൽ ഇൻപുട്ട് ക്യാരി എന്താണോ അത് അതേപോലെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്താൽ മതി. അതല്ലാത്ത കേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നോർമൽ മെത്തേഡിൽ ക്യാരി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു 4 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ അല്ലെങ്കിൽ ക്യാരി ബൈപാസ് ആഡർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി സപ്പോസ് ഐ വോണ്ട് ടു ബിൽഡ് 16 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ അല്ലെ ക്യാരി ബൈപാസ് ആഡർ ഉണ്ടാക്കണം. വി ഹാവ് ഡിസൈൻഡ് ആൻഡ് കെപ്റ്റ് 4 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ അല്ലെ ക്യാരി ബൈപാസ് ആഡർ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ 16 ബിറ്റ് ആഡർ ഉണ്ടാക്കാം? ഈ 4 4 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ സീരീസ് ആയി കണക്ട് ചെയ്താൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? വി ക്യാൻ മേക്ക് 16 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ അല്ലെ. ഇത് ഒരു 4 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ ആണ്. ദിസ് ഈസ് അനദർ ബ്ലോക്ക് ഓഫ് 4 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ ആൻഡ് ദിസ് ഈസ് 4 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ and another 4 bit carry skip adder. If they are connected in series, then we can implement a 16 bit carry skip adder or carry bypass adder. ഇനി അതല്ല ഒരു 32 ബിറ്റ് carry skip adder ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇങ്ങനത്തെ എത്ര ബ്ലോക്സ് സീരീസ് ആയി കണക്ട് ചെയ്യേണ്ടി വരും? 8 ബ്ലോക്സ് ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 32/4 ചെയ്യുക. 32 എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഏതിന്റെ ബ്ലോക്ക് ആണുള്ളത്? ഒരു 4 ബിറ്റ് ആഡർ ബ്ലോക്ക് ആണുള്ളത്. അപ്പോൾ 8 സ്റ്റേജസ് ആയിരിക്കണം ഇങ്ങനെ സീരീസ് ആയി കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതല്ല 64 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡർ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബ്ലോക്ക് 4 ബിറ്റ് ആഡർ ആണ്. അപ്പൊ അങ്ങനത്തെ എത്ര എണ്ണം കണക്ട് ചെയ്യേണ്ടി വരും? 64/4, അതായത് 16 സ്റ്റേജസ് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. So this is how we can make n bit adders. അപ്പോൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു n bit adder ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബ്ലോക്ക് m bit adderന്റെ ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എത്ര അങ്ങനത്തെ സ്റ്റേജസ് ആയിരിക്കും ഉണ്ടാവുക? n/m സ്റ്റേജസ് ആയിരിക്കും നമ്മൾ കാസ്കേഡ് ചെയ്യേണ്ടത്. ഓക്കെ, n ബിറ്റ് ആഡർ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നമ്മളെ കയ്യിലുള്ള ആഡർ എന്ന് പറയുന്നത് എത്രയാണ്? m ബിറ്റ് ആഡർ ആണ്. അപ്പൊ അങ്ങനത്തെ എത്ര m ബിറ്റ് ആഡർ നമ്മൾ കാസ്കേഡ് ചെയ്യേണ്ടി വരും അല്ലെ സീരീസ് ആയി കണക്ട് ചെയ്യേണ്ടി വരും? n/m സ്റ്റേജസ് നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ n എന്ന് പറയുന്നത് ഇപ്പൊ 32 ആണെന്ന് വിചാരിച്ചോ. 32 ബിറ്റ്. ഓക്കെ, നമ്മളെ കയ്യിലുള്ള ആഡർ ബ്ലോക്ക് എന്ന് പറയുന്ന 4 ബിറ്റിന്റെ ആണ്. അപ്പൊ n/m എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 8 സ്റ്റേജസ് ആണ് നമുക്ക് കാസ്കേഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ അല്ലേ? സോ ഇനി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു n ബിറ്റ് ആഡർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ദി ആഡർ? വി വർ കൺസേൺഡ് അബൌട്ട് ദി പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ദി ആഡർ. അങ്ങനെയാണ് നമ്മൾ ഫുൾ ആഡറും ഹാഫ് ആഡറും പിന്നെ റിപ്പിൾ ക്യാരി ആഡറും ക്യാരി ലുക്ക് ഹെഡ് ആഡറിലേക്കും എല്ലാം നമ്മൾ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിലേ കുറക്കാൻ വേണ്ടിയിട്ടാണ്. So we'll discuss about the propagation delay of this particular circuit. Next, എങ്ങനെ ഒരു n ബിറ്റ് ആഡർ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, ഹാർഡ്വെയർ വൈസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം പ്രൊപ്പഗേഷൻ ഡിലേനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ
നമ്മളൊരു 16-bit ആഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് യൂസിങ് 4-bit ക്യാരി സ്കിപ്പ് ആഡർ. അപ്പോൾ ഈ ഫസ്റ്റ് എത്ര സ്റ്റേജസ് കാസ്കേഡ് ചെയ്യണം നമ്മൾ കണ്ടു. 4 സ്റ്റേജസ് ആണ് കാസ്കേഡ് ചെയ്യേണ്ടത്. ആസ് ഷോൺ ഇൻ ദ ഫിഗർ 4 സ്റ്റേജസ് ആർ കാസ്കേഡഡ്. ഇത് ഏറ്റവും LSB സെക്ഷൻ ആണ്, ഇത് MSB സെക്ഷൻ ആണ്. അപ്പോൾ ഇത് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് എന്ന് കാണിക്കുന്നത് ഇതെന്താണ്, ഒരു 4-bit ക്യാരി സ്കിപ്പ് ആഡർ ആണ്. നമ്മൾ ക്യാരി സ്കിപ്പ് ആഡർ ഡിസ്കസ് ചെയ്തു 4-bit. അപ്പോൾ അതിൽ ഒരു മക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു കണ്ടീഷൻ? എല്ലാ പ്രൊപ്പഗേറ്റ് സിഗ്നലും 1 ആണെങ്കിൽ ക്യാരി നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇൻപുട്ട് ക്യാരി എന്താണോ അത് ബൈപ്പാസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊടുത്താൽ മതി. ഇൻപുട്ട് ക്യാരി വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ഔട്ട്പുട്ട് ക്യാരി. അപ്പോൾ 16-bit ആഡർ ആണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. സോ ഇങ്ങനത്തെ 4 സ്റ്റേജസ് ആണ് നമ്മൾ കാസ്കേഡ് ചെയ്ത് വെക്കേണ്ടത്. Okay, any talking about the propagation delay or worst case delay of this circuit, ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇത് A ആണ്. A എന്ന് പറയുന്ന ഒരു 16-bit നമ്പർ ആണ്. അതേപോലെ B എന്ന് പറയുന്ന അടുത്ത 16-bit നമ്പർ ആണ്. ഈ രണ്ട് 16-bit നമ്പേഴ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഹാർഡ്വെയർ വെച്ചിട്ട്. അപ്പോൾ ഇതിന്റെ വേഴ്സ്റ്റ് കേസ് ഡിലേ എങ്ങനെയാണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വേഴ്സ്റ്റ് കേസ് ഡിലേ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? LSBയിൽ ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുക. ആ ക്യാരി പിന്നെ ഇത്രയും സ്റ്റേജസ് കടന്നിട്ട് MSBയിലേക്ക് എത്തിയിട്ട് അത്രയും സ്റ്റേജസ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് MSBയിലെത്തി സമ്മിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അതാണ് വേഴ്സ്റ്റ് കേസ് ഡിലേ എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ LSBയിൽ ഒരു ക്യാരി ജനറേറ്റ് ചെയ്തു, അത് ഇത്രയും സ്റ്റേജസ്, അതായത് 0th പൊസിഷനിൽ ഒരു ക്യാരി ജനറേറ്റ് ചെയ്ത് ഫസ്റ്റ് പൊസിഷൻ മുതൽ 14th പൊസിഷൻ വരെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് 15th പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് സമ്മിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത്രയും വരെയുള്ള ഫസ്റ്റ് പൊസിഷൻ മുതൽ 14th പൊസിഷൻ വരെയുള്ള എല്ലാ പ്രൊപ്പഗേറ്റ് സിഗ്നൽസും 1 ആയിരിക്കണം. എന്നിട്ട് അത് സമ്മിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ടൈമിനെയാണ് എന്ത് പറയുന്നത്? വേഴ്സ്റ്റ് കേസ് ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ LSBയിൽ ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുന്നു. ആ ക്യാരി എത്ര ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് ചാടുന്നു? 1, 2, 3 and 4. അങ്ങനെയാണ് ആ ക്യാരി പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്ന് പിന്നെ അടുത്ത സ്റ്റേജിൽ എന്താണ്, അടുത്ത ഈ രണ്ട് സ്റ്റേജിലെയും ഫുൾ പ്രൊപ്പഗേറ്റ് സിഗ്നൽസും 1 ആണ്. അടുത്ത അതായത് ഈ 4 ബിറ്റ് എന്ന് പറയുന്ന നമ്മളെ ഫസ്റ്റ് സ്റ്റേജിലെയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇത് സെക്കൻഡ് സ്റ്റേജ് and this is the third stage and this is the fourth stage. അപ്പോൾ ഈ 4 ബിറ്റ് ഫസ്റ്റ് സ്റ്റേജ് ആണ്. പിന്നത്തെ 4 ബിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഈ സെക്കൻഡ് സ്റ്റേജിലെയും തേർഡ് സ്റ്റേജിലെയും പ്രൊപ്പഗേറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എല്ലാം 1 ആയിരിക്കണം. അപ്പോഴെന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ആ ക്യാരി ജസ്റ്റ് ബൈപ്പാസ് ചെയ്ത് പോവാണ് ചെയ്യുക. അത് കഴിഞ്ഞ് 4th സ്റ്റേജിലേക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് പിന്നെ എത്ര സ്റ്റേജസ് അത് ചാടിക്കിടക്കണം? 1, 2 and 3 കടന്ന് അത് സമ്മിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. ഇത്രയും എത്തിക്കഴിഞ്ഞ് ആ ക്യാരി പിന്നെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിലേക്ക് ചാടിക്കടന്ന് സമ്മിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ n/m - 2, അതായത് n/m എന്ന് പറഞ്ഞാൽ 4 - 2, 2 സ്റ്റേജസ് അത് ക്യാരി സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഫൈനലി സമ്മിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് വേഴ്സ്റ്റ് കേസ് ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്ന T സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പഗേറ്റ് സിഗ്നൽസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. പ്ലസ് MT ക്യാരി എന്ന് ഉദ്ദേശിക്കുന്നത്, MT ക്യാരി എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 16 ബിറ്റിൻ്റെ ആണ് പറയുന്നതെങ്കിൽ N എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. M എന്ന് പറയുന്നത് എത്ര ബിറ്റിന്റെ ആഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 4 ബിറ്റിന്റെ ആഡർ ആണ്. അപ്പോൾ 4 ബിറ്റ് കടക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്താൽ 1, 2, 3 and 4 സ്റ്റേജസ് കടന്നാലാണ് ആ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ 4T ക്യാരി പ്ലസ് എത്ര മക്സ് വഴിയാണ് അത് കടന്നു പോകുന്നത്? ഒരു മക്സ്, രണ്ടാമത്തെ മക്സ് ആൻഡ് മൂന്നാമത്തെ മക്സ്. അതാണ് n/m - 1, അതായത് 3T ബൈപ്പാസ് പ്ലസ് അത് പിന്നെ ഈ ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? ഇത് ലാസ്റ്റ്
ലാസ്റ്റ് സ്റ്റേജിൽ ആ ക്യാരി 1 സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് ചാടിക്കടന്നിട്ട് 1 സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് ചാടിക്കടക്കുന്നു. അപ്പോൾ m-1 ഇൻറ്റു ടി ക്യാരി പ്ലസ് ഫൈനലി സമ്മിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ടി സം. അപ്പോൾ ഒരു 16 ബിറ്റ് ആഡറിൻ്റെ കേസ് ആണെങ്കിൽ എന്ത് വരും എന്ന് വെച്ചാൽ ഇവിടെ ടി സെറ്റപ്പ് പ്ലസ് 4 ടി ക്യാരി പ്ലസ് 3 ടി ബൈപാസ് പ്ലസ് 3 ടി ക്യാരി ആണ് വരിക. ടി ക്യാരി പ്ലസ് ടി സം ആണ് വരിക. ഇനി ഈ ടി സെറ്റപ്പും ടി ക്യാരിയും എല്ലാം 1 ആണെങ്കിൽ എന്താ വരിക? 1 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 1 ഈക്വൽ ടു 15 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ടി സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊപ്പഗേറ്റ് സിഗ്നലെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. പിന്നെ പ്ലസ് എം ടി ക്യാരി എന്ന് പറഞ്ഞാൽ ഇതാണ് 0th പൊസിഷൻ. അവിടെ ഒരു ക്യാരി ഉണ്ടായത് ഒരു സ്റ്റേജ് കടന്നു, 2 സ്റ്റേജ് 3 സ്റ്റേജ് 4 സ്റ്റേജ് കടന്നാലാണ് പുറത്തേക്ക് എത്തുന്നത്. പിന്നെ അത് എത്ര മക്സ് വഴി പാസ് ചെയ്ത് പോകണം? 1 2 3 പാസ് ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ എത്ര ക്യാരി സ്റ്റേജസ് കടന്നു പോകണം? 1 2 3 ആൻഡ് ഫൈനലി അത് സമ്മിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയും പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റിൽ പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് എന്നാണ്. Since in the worst case the carry is generated at the first bit position, ripples through the first block, skips around n by m minus 2 bypass stages and is consumed at the last bit position without generating an output carry. പക്ഷെ നേരത്തെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിലേ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയിലുള്ള 2 സ്റ്റേജസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ക്യാരിക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സമയം കളയുന്നില്ല. ഈ 0th പൊസിഷനിൽ ഉണ്ടായ ഒരു ക്യാരി 2 സ്റ്റേജസ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയും ഡിലേ കുറക്കാൻ പറ്റും നമുക്ക്. And when a plot was done between ripple carry adder and bypass adder, it was seen that ripple carry adderനെക്കാളും എത്രയോ ഡിലേ കുറക്കാൻ പറ്റിയിരുന്നു. ഓക്കെ, റിപ്പിൾ ക്യാരി ആഡർ ആണെങ്കിൽ, അതായത് ഒരു 16 ബിറ്റ് റിപ്പിൾ ക്യാരി ആഡർ ആയിരുന്നെങ്കിൽ റിപ്പിൾ ക്യാരി ആഡറിന്റെ ഡിലേന്റെ ഇക്വേഷൻ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഡിലേന്റെ ഇക്വേഷൻ? n-1 ഇൻറ്റു ടി ക്യാരി പ്ലസ് ടി സം ആണ്. ടി ക്യാരിയും ടി സം എല്ലാം 1 ആണെങ്കിൽ ഒരു 16 ബിറ്റ് ക്യാരി ആണെങ്കിൽ എന്താണ് വരിക? 15 പ്ലസ് 1 ആണ് വരിക. n-1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 16 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 15 പ്ലസ് 1. 15 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 16 ആണ് ടൈം ഡിലേ വരിക. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്യാരി സ്കിപ്പ് ആഡറിൽ നമുക്ക് എത്രയായിരുന്നു കിട്ടിയിരുന്നത്? 15 ആണ്. കുറച്ചൊരു റിഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നത് n ഈക്വൽ ടു 16 എടുത്തത് കൊണ്ടാണ് ഈ ചെറിയ ഡിഫറൻസ് മാത്രം കാണിക്കുന്നത്. അതല്ല, എന്നിന്റെ വാല്യൂ വളരെ വലിയ വാല്യൂസ് ആണെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. സ്കിപ്പ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റേജസ് കൂടും. അപ്പോൾ ക്യാരി കാൽക്കുലേഷൻ എളുപ്പത്തിൽ ടൈം ഡിലേ കുറയും, ക്യാരി കാൽക്കുലേഷന്റെ ഡിലേ കുറയും. അങ്ങനെ നല്ല ബെനിഫിറ്റ് തന്നെ ഈ ആഡറിൽ നിന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് അബൌട്ട് carry skip adder. So in this video we discussed what is a carry skip adder or carry bypass adder, how the carry is being what is the condition for carry to be skipped, and how an n bit carry skip adder is implemented, and what is the propagation delay of the carry skip adder.